ഇടുക്കി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ICU ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയിട്ട് 2 മാസങ്ങൾ പിന്നിടുന്നു. ICU ആംബുലൻസിന്റെ സേവനം ആവശ്യമായ നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സ്വകാര്യ ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. ഇടുക്കി കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ICU ആംബുലൻസാണ് 2 മാസത്തോളമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്നത്. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടായ തകരാറാണ് കാരണമെന്ന് അധികൃതർ പറയുന്നു. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ എസ്റ്റിമേറ്റ് വർക്ക്ഷോപ്പിൽ നിന്ന് ആശുപത്രി അധികൃതർക്ക് നൽകണം. തുടർന്ന് ഈ എസ്റ്റിമേറ്റ് ആരോഗ്യവകുപ്പിലേക്ക് അയച്ച് തുക അനുവദിപ്പിക്കണം. ഈ നടപടികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ICU ആംബുലൻസ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 2-2.5 മാസക്കാലമായി ഈ ആംബുലൻസിന് പണി പൂർത്തിയാകാതെ വർക്ക്ഷോപ്പിൽ കിടക്കുന്നതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അടിയന്തരമായി നഗരസഭ ഇതിനകത്ത് ഇടപെടണം. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടൽ നടത്തണം. വളരെ അടിയന്തരമായി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനും പാവപ്പെട്ട ആളുകൾക്ക് സൗകര്യപ്രദമായ നിലയിൽ ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് അടിയന്തരമായി ഇടപെടണം. ICU ആംബുലൻസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിവർ. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയി. 15 വർഷം കഴിഞ്ഞ വാഹനമാണിത്. തുടർന്നുള്ള നാളുകളിൽ ഈ ആംബുലൻസിന് ഫിറ്റ്നസ് ലഭിക്കുമോ എന്നും സംശയമുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.